സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ഹൃദയഹാരിയായ ഏതോ സുഗന്ധം നുകർന്നുകൊണ്ടാണ് സന്ദീപ് ഉറക്കമുണർന്നത്. അതെവിടെ നിന്ന് ഒഴുകി വന്നുവെന്ന് ആദ്യം അവന് മനസ്സിലായില്ല. പക്ഷേ അതവന് കിട്ടി. അവൻ്റെ നാസാരന്ധ്രങ്ങളിലും ഓർമ്മയിലും അത് അപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് ഉണർത്തിയതെന്നും അവന് മനസ്സിലായി. വീട്ടിലാണെന്നായിരുന്നു വിചാരം. പക്ഷേ കണ്ണു തിരിച്ച് ശരിക്കും നോക്കിയപ്പോൾ അപരിചിതമായ മുറി. ഇതെവിടെയാണ്? അവൻ പിടഞ്ഞെണീറ്റിരുന്നു. പിന്നിൽ വാതിലിൻ്റെ കട്ടിളയിൽ ചാരി അല്ലിമ നിൽക്കുന്നത് കണ്ടതോടെ ശിഥിലമായി കിടന്ന ഓർമ്മകളെല്ലാം അടുങ്ങിക്കൂടി. അല്ലിമയും കുടുംബവും അഭയം പ്രാപിച്ചിരിക്കുന്ന വീടാണിത്. പോണേക്കര കലുങ്കുപടിയാണ് സ്ഥലം. സന്ദീപ് ഉണർന്നെന്ന് കണ്ടപ്പോൾ അല്ലിമ അവൻ്റെ മുന്നിലേക്ക് വന്നു. സുഗന്ധം എവിടെ നിന്നാണ് ഒഴുകി പടർന്നതെന്ന് ഇപ്പോൾ അവന് ബോധ്യമായി. അതവളുടെ ഉടലിൽ നിന്നാണ്, അല്ലെങ്കിൽ മുടിയിൽ നിന്ന്. ഹലോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കം, ചെറിയ കൂർക്കം വലി പോലും ഉണ്ട്, അല്ലിമ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ 2 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. പോകാൻ വേണ്ടി തിരിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കിയതാ. അപ്പോഴിതാ എണീറ്റിരിക്കുന്നു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു സുഗന്ധം വന്ന് എന്നെ ഉണർത്തിയതാ, സന്ദീപ് പറഞ്ഞു. സുഗന്ധമോ? അതെവിടെ നിന്ന് വന്നു? അല്ലിമ ആശ്ചര്യപ്പെട്ടു. ചന്ദനത്തിൻ്റെ മണം. എനിക്ക് തോന്നുന്നത് അല്ലിമ റൂമിലേക്ക് വന്നപ്പോഴാണെന്നാ. ചന്ദനത്തിൻ്റെയോ? അതിൻ്റെ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ വരട്ടെ. അപ്പോൾ അതാണ് എന്നെ ഉണർത്തിയ സംഗതി. ഒരു പെർഫ്യൂമിൻ്റെ മണമടിച്ച ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണരുമോ? ഞാനുണരും. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ കണ്ടത്. ഓക്കെ, സമ്മതിച്ചു. എണീറ്റ് വന്നാട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അല്ലിമ കഴിച്ചോ? ഇല്ല, ഈ വീട്ടിൽ നമ്മൾ 2 പേർ മാത്രമേ കഴിക്കാനുള്ളൂ. എന്താ കഴിക്കാതിരുന്നേ? ഞാനും നല്ല ഉറക്കമായിരുന്നു. 1/2 മണിക്കൂറേ ആയിട്ടുള്ളൂ എണീറ്റിട്ട്. ബ്രഷ് ചെയ്തു, കുളിച്ചു, ഡ്രസ് മാറി. എന്നിട്ട് സാർ ഉണർന്നോന്ന് നോക്കാൻ വന്നതാ. ഞാനുണർന്നല്ലോ. എന്നാൽ ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തുകൊണ്ട് തുടങ്ങിക്കോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. സമയം എത്രയായി? സന്ദീപ് തിരക്കി. 11 മണിയാകുന്നു. 11 മണിയോ? മൈ ഗോഡ്. സന്ദീപ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അല്ലിമ പുഞ്ചിരിയോടെ മുറി വിട്ടിറങ്ങിപ്പോയി. സന്ദീപ് വീടിന് വെളിയിലിറങ്ങി കാറിൽ നിന്ന് ബ്രഷും പേസ്റ്റും ടവലും മാറി ധരിക്കാനുള്ള ഡ്രസ്സുമെല്ലാം എടുത്തുകൊണ്ട് വന്നു. അല്ലിമയും ശ്രീലക്ഷ്മിയും കൂടി ചായ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിഭവങ്ങൾ അവനിൽ വെച്ച് ഒന്നുകൂടി ചൂടാക്കി. 20 മിനിറ്റിനുള്ളിൽ സന്ദീപ് കുളി കഴിഞ്ഞ് ഡ്രസ് മാറി. മുഷിഞ്ഞു മാറ്റിയ ഡ്രസ് കാറിൻ്റെ ഡിക്കിയിലെടുത്തിട്ടു. അല്ലിമ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവനെ വിളിച്ചുകൊണ്ടുപോയി. ഇഡലിയും ചട്നിയും വിളമ്പുന്നതിനിടയിൽ ശ്രീലക്ഷ്മി സന്ദീപിനോട് ക്ഷേമാന്വേഷണം നടത്തി. നല്ലപോലെ ഉറങ്ങിയോ? ഉറങ്ങി, സന്ദീപ് പറഞ്ഞു. മോള് പറഞ്ഞു ഇന്നലെ രാത്രി അവൾക്കും ഫ്രണ്ടിനും കൂടി കാർ വിട്ടുകൊടുത്തിട്ട് ഉറക്കം വിളിച്ചിരിക്കുമായിരുന്നെന്ന്. ഞാനും എവിടെയോ ചെന്നിരുന്ന് ഉറങ്ങി. ഞാൻ കണ്ടു. സ്കൂളിൻ്റെ വരാന്തയിലെ തൂണും ചാരി ഇരുന്നല്ലേ? അല്ലിമ ചോദിച്ചു. സന്ദീപിനൊരു നാണക്കേട് തോന്നി. ഇന്നെന്താ പ്രോഗ്രാം? അല്ലിമ തിരക്കി. തിരിച്ചു പോകണം. ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അല്ലിമ ഇന്ന് ക്യാമ്പിൽ പോകുന്നുണ്ടോ? അറിഞ്ഞൂടാ. വർഷ ഇതുവരെ വിളിച്ചില്ല. ഇന്ന് പോകണ്ട, കർക്കശ സ്വരത്തിൽ ശ്രീലക്ഷ്മി പറഞ്ഞു. എന്നിട്ട് സന്ദീപിൻ്റെ നേർക്ക് നോക്കി. ഇവൾക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ഇവൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ NSSലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവൾ PGക്കല്ലേ. ഇവളുടെ കൂട്ടുകാരികൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാ. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയേഴ്സായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരാ. ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അവരെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് പോകാതിരിക്കുന്നേ? അല്ലിമ തൻ്റെ ഭാഗം ന്യായീകരിച്ചു. അത് ശരിയാ. സന്ദീപ് അതിനോടനുകൂലിച്ചു. നമ്മുടെ കൺമുന്നിൽ ഇത്രയും ഭയങ്കരമായ വെള്ളപ്പൊക്ക ദുരിതം ഉണ്ടാകുമ്പോൾ നമ്മൾ കൈയും കെട്ടി വെറുതെ ഇരുന്നാൽ മതിയോ? യുവജനങ്ങളല്ലേ മുന്നിട്ടിറങ്ങേണ്ടത്. എല്ലായിടത്തും ഞങ്ങളാണല്ലോ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലും വെള്ളം കയറിയില്ലേ അമ്മേ? ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടേ? ഇനി അതെല്ലാം പഴയ സ്ഥിതിയിലോട്ട് കൊണ്ടുവരാൻ. ഇപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു റിലേറ്റീവ് ഉണ്ടായതുകൊണ്ടല്ലേ റിലീഫ് ക്യാമ്പിലേക്ക് പോകേണ്ടി വരാതിരുന്നത്, അല്ലിമ ശ്രീലക്ഷ്മിയോട് വിശദീകരിച്ചു. എല്ലാം സമ്മതിച്ചു. പോയല്ലോ. 3 ദിവസം വർക്ക് ചെയ്തല്ലോ. മതി. 3 അല്ല 2. ഇന്നും കൂടി വർക്ക് ചെയ്തിരുന്നെങ്കിൽ 3 ആയേനെ, അല്ലിമ പറഞ്ഞു.
നീ ഒരു പെണ്ണാ, ആ ഓർമ്മ വേണം. ആൺകുട്ടികൾക്ക് എത്ര ദിവസം വേണമെങ്കിലും വീട് വിട്ട് മാറി നിൽക്കാം. ഇവിടെ ഒരു സ്ഥലത്തുണ്ടെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞ വീട്ടുകാർക്ക് സമാധാനമായി. പെണ്ണിൻ്റെ കാര്യം അങ്ങനെയല്ല. വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവൾക്ക് എന്തും സംഭവിക്കാം. സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പേടിയില്ല വീട്ടിലുള്ളവർ കഴിഞ്ഞുകൂടുന്നേ. അമ്മേ, ഞങ്ങളൊരു ടീമല്ലേ? ആയിരിക്കും. പക്ഷെ അതൊന്നും ഒരു സമാധാനമല്ല മോളെ. ഇന്നലെ രാത്രി അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇദ്ദേഹത്തിൻ്റെ കാറിലാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി. അറിയുന്ന ആളാണല്ലോ, ശ്രീലക്ഷ്മി പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കെ ഒരു മുത്തശ്ശിയും ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഡൈനിങ് റൂമിലേക്ക് വന്നു. അല്ലിമ അവരെ സന്ദീപിന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. വീട്ടുടമയുടെ മക്കളാണ്. വെള്ളപ്പൊക്കം കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായതിനാൽ വീട്ടിൽ മൊബൈൽ നോക്കിയിരിപ്പാണ്. അവരുടെ മാതാപിതാക്കൾ ബാങ്ക് ഉദ്യോഗസ്ഥരായതിനാൽ രാവിലെ ജോലിക്ക് പോയി. അലിമയുടെ അച്ഛൻ എവിടെയെന്ന് സന്ദീപ് തിരക്കി. ജോലിക്ക് പോയിരിക്കുകയാണ്. BSNL ഉദ്യോഗസ്ഥനാണ്. അല്പം കഴിഞ്ഞപ്പോൾ അകത്തെവിടെയിൽ നിന്ന് വിന്താര വന്നു. മാഷ് എണീറ്റായിരുന്നോ? ഇന്നലെ രാത്രി വലിയ ത്യാഗം ചെയ്യാൻ പോയത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ? അവൾ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സന്ദീപിന് മനസ്സിലായി അവൾക്ക് എല്ലാ വിവരങ്ങളും വിശദമായി അറിയാം. താൻ നടത്തിയ കല്യാണാലോചന ഉൾപ്പെടെ. സന്ദീപിനൊരു ചമ്മൽ തോന്നി. അത് സാരമില്ല, പെൺകുട്ടികൾക്കല്ലേ ഉറങ്ങാൻ സുരക്ഷിതമായ സ്ഥലം വേണ്ടത്, സന്ദീപ് പറഞ്ഞു. മാഷിന് വേറെ പണിയില്ലായിരുന്നോ? റൂമിൽ പോയി കിടന്നുറങ്ങാനുള്ളതിന് പകരം കൊതുക് കടിയും കൊണ്ട് ക്യാമ്പിൽ. ഞാനാണെങ്കിൽ മൈൻഡ് ചെയ്യില്ലായിരുന്നു. മാഷെ നിഷ്കരണം തള്ളിക്കളഞ്ഞ കക്ഷിയല്ലേ. ബിന്ദു, മൈൻഡ് യുവർ വേർഡ്സ്, ശ്രീലക്ഷ്മി താക്കീത് ചെയ്തു. അല്ലിമയുടെ മുഖം വിളറിയിരുന്നു. നിങ്ങളുടെ കോളേജിനും അവധിയാ? സന്ദീപ് വിന്താരയോട് ചോദിച്ച് വിഷയം മാറ്റി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്ന് മാഷിൻ്റെ പത്രത്തിലും അച്ചടിച്ച് വന്നതല്ലേ, പിന്നെന്താ സംശയം? ബിന്ദു, ഓവർ സ്മാർട്ട് ആകല്ലേ. നിനക്ക് കളിക്കാനുള്ള ആളാണോ ഇവിടെ ഇരിക്കുന്നേ? അല്ലിമ ശാസിച്ചു. അയ്യോ, എന്തൊരു റെസ്പെക്റ്റ്. ഞാൻ പോയേക്കാം. സോറി മാഷേ. വിന്താര ഡൈനിങ് റൂമിൽ നിന്ന് പോയി. സന്ദീപ് എഴുന്നേറ്റ് കൈ കഴുകി. അല്ലിമ കൊടുത്ത ടവലിൽ കൈ തുടച്ചു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ? സന്ദീപ് അല്ലിമയോടും ശ്രീലക്ഷ്മിയോടുമായി യാത്ര ചോദിച്ചു. ഇന്നലെ എൻ്റെ മോളോട് കാട്ടിയ കാരുണ്യത്തിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ശ്രീലക്ഷ്മി പറഞ്ഞു. നന്ദി മനസ്സിലുണ്ടായാൽ മതി, അമ്മയത് പറഞ്ഞ് വില കളയണ്ട, അല്ലിമ അമ്മയെ ഓർമ്മിപ്പിച്ചു. അവൾ കാറിനടുത്ത് വരെ സന്ദീപിനെ അനുഗമിച്ചു. കാറിൽ കയറും മുമ്പ് സന്ദീപ് 2 നിമിഷം ആലോചനയോടെ നിന്നു. പിന്നെ തിരിഞ്ഞ് അല്ലിമയോട് പറഞ്ഞു, ഞാനൊരു പ്രപ്പോസലുമായി അങ്കിളിനെ അയച്ചത് ഭയങ്കര ബോറായിപ്പോയി. എൻ്റെ ഫൂളിഷ്നെസ് എന്നല്ലാതെ എന്ത് പറയാനാ, സോറി. അല്ലിമയുടെ മുഖം വിവർണമായി. അയ്യോ, എന്തിനു സോറി പറയണേ? അതെല്ലാം എപ്പോഴേ കഴിഞ്ഞു പോയി. എന്നോട് നീരസമൊന്നും ബാക്കിയില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ. ആണെങ്കിൽ ഞാൻ സാറിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുമോ? ഇവിടെ കൂട്ടിക്കൊണ്ടു വരുമോ? സന്തോഷമായി, പോട്ടെ. സന്ദീപ് കാറിൽ കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു. പോവുകയാണെന്ന് കൈകൊണ്ട് ആംഗ്യം കാട്ടി. അല്ലിമ പുഞ്ചിരിച്ച് തലയാട്ടി. സന്ദീപ് കാർ ഓടിച്ചു പോയി. അയാൾ ഗേറ്റ് കടന്ന് മറഞ്ഞ ശേഷം അല്ലിമ സിറ്റൗട്ടിലേക്ക് കയറിപ്പോന്നു. ഹാളിൻ്റെ വാതിൽക്കൽ ശ്രീലക്ഷ്മി നോക്കി നിൽപ്പുണ്ടായിരുന്നു. അയാൾ നിന്നോട് ഫോൺ നമ്പർ വാങ്ങിച്ചോ? ശ്രീലക്ഷ്മി ചോദിച്ചു. ഇല്ല. എന്താ അമ്മേ? ഇപ്പോൾ കൂടുതൽ പരിചയമായല്ലോ. അന്നത്തെ പ്രപ്പോസൽ ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി. ഛേ, അങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് പോലും ഭാവിച്ചില്ല. കാറിനടുത്ത് ചെല്ലുന്നത് വരെ. ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെയോ അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. പോകാൻ നേരം സോറി പറഞ്ഞു. അന്ന് കല്യാണം ആലോചിച്ചത് വിഡിതമായി പോയെന്ന്. വേറൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. കാറൊക്കെ വിട്ടുതന്ന് വലിയ സഹായം ചെയ്തപ്പോൾ ഞാൻ കരുതി അന്നത്തെ പ്രപ്പോസൽ വീണ്ടും കൊണ്ടുവന്നേക്കുമെന്ന്. ശ്രീലക്ഷ്മി പറഞ്ഞു. ഏയ്, അങ്ങനത്തെ ആളല്ലെന്ന് തോന്നി. മനസ്സിൽ അതിപ്പോഴും കാണാതിരിക്കുമോ? അതുകൊണ്ടല്ലേ സഹായിക്കാൻ നിന്നത്. നീ ആ പ്രപ്പോസൽ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ നിന്നോട് അനിഷ്ടം കാണിക്കുകയല്ലേ ആരായാലും ചെയ്യൂ. അതല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അമ്മേ, സോറി പറഞ്ഞില്ലേ, പിന്നെ എന്ത് ട്രൈ ചെയ്യാനാ? ഒരു കണക്കിൽ നോക്കിയാൽ നല്ല സ്വഭാവക്കാരനാണല്ലേ. ശ്രീലക്ഷ്മി ചൂട് മാറ്റി. പെട്ടെന്ന് അമ്മ മനസ്സ് മാറ്റിയോ? അല്ല, അങ്ങനെയും ചിന്തിക്കാമല്ലോ. നിന്നോട് യാതൊരു ഇഷ്ടക്കേടുമില്ല. വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. ഫോൺ നമ്പർ പോലും വാങ്ങാതെ പോയി.
നല്ല മനസ്സുള്ളവരല്ലേ അങ്ങനെയൊക്കെ നിഷ്കളങ്കമായിട്ട്? പക്ഷേ എന്നോടിപ്പോഴും നല്ല ഇഷ്ടമുണ്ടമ്മേ. പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാമല്ലോ. എന്നിട്ട് പുഞ്ചിരിച്ച് അല്ലിമ അകത്തേക്ക് പോയി. കിടപ്പറയിലെത്തി വെറുതെ ഓരോന്നാലോചിച്ച് കിടന്നു. സന്ദീപിനെ പറ്റി അവൾ ഓർത്തു. ഇന്നലെ കണ്ടുമുട്ടിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവൾ ആദ്യം മുതൽ മനസ്സിലടുക്കി. ഇതിനേക്കാൾ മര്യാദയോടെയും വിനയത്തോടെയും ഇഷ്ടത്തോടെയും പെണ്ണിനോട് പെരുമാറുന്ന പുരുഷന്മാർ അധികമില്ലെന്ന് അവൾക്ക് തോന്നി. ഒരു ഗർവുമില്ല, പരിഭവമില്ല, എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുമില്ല. മറ്റാരാണെങ്കിലും പോകുന്നതിന് മുമ്പ് ഫോൺ നമ്പറെങ്കിലും ചോദിച്ചു വാങ്ങുമായിരുന്നു. ഒരു പക്ഷേ തൻ്റെ ഫോൺ നമ്പർ അവൻ്റെ കയ്യിലുണ്ടായെന്നും വരാം. പെട്ടെന്ന് അമ്മ ഉറക്കെ വിളിക്കുന്നത് കേട്ട് അല്ലിമ പിടഞ്ഞെണീറ്റു. ഹാളിലേക്ക് ഓടിച്ചെന്നു. ഹാളിൽ ടി വി വെച്ചിട്ടുണ്ട്. അമ്മ ആശ്ചര്യസ്തബ്ധയായി എഴുന്നേറ്റ് നിൽക്കുന്നു. അല്ലിമയെ കണ്ട് ശ്രീലക്ഷ്മി ടി വിയിലേക്ക് കൈ ചൂണ്ടി. അല്ലിമ വേഗം ചെന്ന് നോക്കി. ഒരു മിനി ലോറി, അതിനുള്ളിലേക്ക് ചില ചാക്കുകെട്ടുകൾ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ. ഒരു യുവതി അവരെ തടയുന്നു. വെള്ള പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് പൊതിഞ്ഞ ചാക്കുകെട്ട് കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അല്ലിമയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിച്ചു. താനാണത്. അവൾ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. നീയല്ലേടി മോളെ അത്? മനസ്സിലായിട്ടും സന്തോഷക്കൂടുതൽ കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. ആ അമ്മേ, എന്താ പെണ്ണിൻ്റെ ഒരു ശൗര്യം! അല്ലെന്നീ, അവർ കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവരൊക്കെ ആരാണെന്ന് വിചാരിച്ചാ നീ? അമ്മേ, വർഷയുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവളെ കാണാനില്ലല്ലോ. അവൾ ക്യാമ്പിനുള്ളിലാ. വഴക്ക് നടക്കുമ്പോൾ നീ തനിച്ചല്ലേ ഉള്ളൂ. ആ മുട്ടാളന്മാരോട് വഴക്കിടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആരെങ്കിലും മുന്നിട്ടിറങ്ങണ്ടേ അമ്മേ? അല്ലെങ്കിൽ അവരെ കടത്തിക്കൊണ്ട് പോയേനെ. ആ സമയത്താ സന്ദീപ് സാർ വന്നത്. ആണോ? അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തു. കണ്ടില്ലേ ഉന്ത് തള്ളുമൊക്കെ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുന്നിൽ കയറി മറയായി നിന്ന് തടയുന്നത് കണ്ടോ? അല്ലിമ ഉത്സാഹത്തോടെ ടി വിയിലേക്ക് വിരൽ ചൂണ്ടി. ഇതൊക്കെ എങ്ങനെ ടി വിയിൽ വന്നു? അമ്മേ, ഇത് സന്ദീപ് സാറിൻ്റെ കൂടെ വന്ന വീഡിയോഗ്രാഫർ അപ്പോൾ തന്നെ വീഡിയോ എടുത്തതാണ്. വേറെ ക്യാമറാമാന്മാരൊന്നും അവിടെ ഇല്ലായിരുന്നു. സത്യമാണോ മോളെ? ആണെന്നേ. മൈ ഗോഡ്! അവൾ അതിശയം കൊണ്ട് മതിമറന്നു. അപ്പോൾ സന്ദീപ് കൊടുത്തതാണോ ഇത്? കുറച്ചു മുമ്പ് പോയതല്ലേ ഉള്ളൂ? ശ്രീലക്ഷ്മി ചോദിച്ചു. അമ്മേ, ആ ക്യാമറമാൻ ഇന്നലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാമല്ലോ. സന്ദീപ് സാർ പറഞ്ഞതനുസരിച്ച് ഓഫീസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ദേ, റിപ്പോർട്ട് സ്ക്രോൾ ചെയ്തു വരുന്നു. കളമശ്ശേരിയിലെ ഒരു റിലീഫ് ക്യാമ്പിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും മരുന്നും വസ്ത്രങ്ങളും മിനി ലോറിയിൽ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമം. റിലീഫ് ക്യാമ്പിലെ വോളണ്ടിയറായ യുവതി അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. തുടർന്ന് വീണ്ടും അല്ലിമ മിനി ലോറിയിൽ ചരക്ക് കടത്താനുള്ള ശ്രമത്തെ എതിർക്കുന്ന രംഗം. സന്ദീപ് അല്ലിമയുടെ സഹായത്തിനെത്തുന്നു. ഉന്തും തള്ളും ബഹളവും. വാർത്താ വായനക്കാരി വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നു. പല റിലീഫ് ക്യാമ്പുകളിൽ നിന്നും ഇത്തരത്തിലുള്ള അനധികൃതമായ കടത്തിക്കൊണ്ടുപോകൽ നടക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മി മകളെ നോക്കി. എല്ലാവരും കാണുന്നില്ലേ മോളെ ഇത്? ഈ ന്യൂസ് കാണുന്നവരെല്ലാം സന്ദീപിനെ വിളിച്ചൊരു താങ്ക്സ് പറയേണ്ടതല്ലേ? എൻ്റെ വീഡിയോ ഇട്ടതിനല്ല, തക്ക സമയത്ത് ഈ വീഡിയോ ചെയ്ത് ചാനലിൽ കൊടുത്തതിന്. ഇത് കണ്ടിട്ടെങ്കിലും ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചപ്പോൾ അല്ലിമ മുറിയിലേക്ക് തിരികെ പോയി. സന്ദീപിനെ വിളിച്ച് നന്ദി പറയാൻ ഫോൺ നമ്പർ ഇല്ലാതെ പോയല്ലോ എന്നവൾ സ്വയം പരിതപിച്ചു. വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനം കണ്ടു തുടങ്ങി. മനക്കൽ കടവിലെ ഹൗസിംഗ് കോളനിയിൽ സുധാകരൻ നായരും കുടുംബവും തിരിച്ചെത്തി. എല്ലായിടവും ചെളി പുതഞ്ഞു കിടക്കുകയാണ്. പൂച്ചെടികളും പുൽത്തകിടിയും എല്ലാം ചീഞ്ഞു നാറിക്കിടന്നു. കടമ്പ്രയാറിൻ്റെ തീരം വഴിയുള്ള നടപ്പാതയിൽ പാദം മൂടുന്നത്ര ചെളിയുണ്ടായിരുന്നു. വീടുകളുടെ മുറ്റത്ത് എക്കലടിഞ്ഞു കിടന്നു. വില്ലകളുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഹാളിലും മുറികളിലും ചെളിക്കൂമ്പാരങ്ങൾ. അപ്സ്റ്റെയറിൽ ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും. ഒറ്റ നോട്ടത്തിൽ വീട് ഉപേക്ഷിച്ചു പോകാനാണ് സുധാകരൻ നായർക്ക് തോന്നിയത്. ഇതൊക്കെ ഏത് കാലത്ത് വൃത്തിയാക്കിയെടുക്കും? വൈഷ്ണവി തലയ്ക്ക് കൈവച്ച് നോക്കി നിന്നു. അടുത്ത വില്ലകളിലുള്ളവരും തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും റോഡിലിറങ്ങി നിന്ന് നഷ്ടങ്ങളുടെ കണക്ക് പറയുകയാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ കുറേ പേരുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് കള്ളന്മാർ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ വില്ലകളുണ്ട്.
ഒരിടത്ത് വീട് വൃത്തിയാക്കാൻ ജോലിക്കാരെ കിട്ടാനില്ലാത്ത വിഷമം പങ്കിടുന്നവർ. എല്ലായിടത്തും പണിക്കാരെ ആവശ്യമുണ്ട്, സുധാകരൻ നായർ പറഞ്ഞു. അടുത്ത ദിവസം അല്ലിമയും ശ്രീലക്ഷ്മിയും കൂടി സുധാകരൻ നായരുടെ വില്ലയിലെത്തി. കളമശ്ശേരിക്കടുത്തുള്ള ഒരു റിലീഫ് ക്യാമ്പിൽ വെച്ച് അല്ലിമ സന്ദീപിനെ കണ്ടുമുട്ടിയതും ന്യൂസ് ബുള്ളറ്റിനിൽ അല്ലിമയുടെ വീഡിയോ വന്നതും പറഞ്ഞു. അവൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്, ഈ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ ആരെയെങ്കിലും കിട്ടുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വൈഷ്ണവി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ സന്ദീപിൻ്റെ കാർ എത്തി. ആദ്യം സന്ദീപ് ഇറങ്ങി, പിന്നെ 4 ചെറുപ്പക്കാരും കൂടി ഇറങ്ങി. അല്ലിമയെ കണ്ടതും സന്ദീപിൻ്റെ മുഖത്തൊരു പ്രകാശം പരന്നു. അല്ലിമ അത് തിരിച്ചറിയുകയും ചെയ്തു. സന്ദീപ് ഇഷ്ടികകളിൽ ചവിട്ടിയാണ് വീട്ടുമുറ്റത്തേക്ക് കടന്നത്. ഗേറ്റിൽ നിന്ന് സിറ്റൗട്ട് വരെ ഓരോ ചുവട് അകലത്തിൽ സിമൻറ്റ് ഇഷ്ടികകൾ ഒരു നിരയായി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ബാലൻസ് തെറ്റാതെ വരുന്നത് നോക്കിക്കൊണ്ട് അല്ലിമ നിന്നു. ഹലോ അല്ലിമ, ഹൗ ആർ യു? സന്ദീപ് കൈ നീട്ടി. അല്ലിമ ഒട്ടും മടിക്കാതെ അവന് ഷേക്ക് ഹാൻഡ് നൽകി. ഒരു കുടന്ന പൂവാണ് തൻ്റെ കയ്യിലെന്ന് അവന് തോന്നി. അത്രമേൽ മൃദുലം, സൗമ്യം. ഓൾമോസ്റ്റ് ഫൈൻ, താങ്ക് യു സന്ദീപേട്ടാ. ഓ, ഞാനും അങ്ങനെയൊക്കെ തന്നെ. സാർ വിളി മാറ്റിയതിന് താങ്ക്സ്. സാർ എന്ന് വിളിക്കാൻ നാവിൽ വന്നില്ല, ഇനി ഓർത്ത് വിളിക്കാം. അല്ലിമ ചിരിച്ചു. അടി വാങ്ങിക്കും. ചൂണ്ടുവിരൽ നീട്ടി പറഞ്ഞിട്ട് അവൻ മുഖം തിരിച്ച് തൻ്റെ കൂടെ വന്നവരെ നോക്കി. അവർ റോഡിലെ ചെളിയിൽ നിൽക്കുകയാണ്. ഇങ്ങുവാ, ഇതാണ് വീട്. അവൻ കൈ കാട്ടി വിളിച്ചു. ആൻറ്റി ക്ഷമിക്കണേ, സന്ദീപ് വൈഷ്ണവിയോട് പറഞ്ഞു. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ കളമശ്ശേരി വെച്ച് കണ്ടു. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു ഒരു റിലീഫ് ക്യാമ്പിൽ. ഇവിടെ വന്നപ്പോഴും ദാ നിൽക്കുന്നു. ആ സർപ്രൈസിലാണ് അല്ലിമയോട് ആദ്യം മിണ്ടിയത്. ഞങ്ങൾ നിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വൈഷ്ണവി വെളിപ്പെടുത്തി. എന്ത് പറഞ്ഞു? ക്യാമ്പിൽ വെച്ച് നിങ്ങൾ കണ്ടതൊക്കെ. അതൊക്കെ ഇപ്പോഴാണോ പറയുന്നേ? നേരത്തെ പറയണ്ടേ? അത്ഭുത സംഭവമല്ലായിരുന്നോ? സന്ദീപ് അല്ലിമയോട് പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞു. അതിനുശേഷം ഇപ്പോഴല്ലേ ഞങ്ങൾ തമ്മിൽ കാണുന്നേ? അല്ലിമ പ്രതിവചിച്ചു. ഓക്കെ, അത് പോട്ടെ, വീടെങ്ങനെയുണ്ട്? ചെളി മൂടിക്കിടക്കുന്നു, അല്ലിമ പറഞ്ഞു. സഹായിക്കണോ? ഓ താങ്ക് യു, വെൽക്കം ടു മൈ ഹോം. കണ്ടോ ആൻറ്റി, വീട് ക്ലീൻ ആക്കണമെന്ന് ചോദിച്ചപ്പം എന്തുത്സാഹമാണെന്ന് നോക്കിയേ. ഈ അവസരത്തിൽ ആരുടെയും സഹായം ഇവിടെയുള്ള ആരും നിരസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലിമ ചിരിയോടെ പറഞ്ഞു. ആൻറ്റി, ഇവിടെ എന്തായി? വീട്ടിനകത്ത് ചെളിയാണോ പുഴയാണോ കുളമാണോ? എല്ലാം ഉണ്ട്. നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യ. ഈ വീട് ഉപേക്ഷിച്ച് കളയാൻ തോന്നുക. ഒക്കെ നമുക്ക് ശരിയാക്കാമെന്നേ. ഞാനൊരു സന്നദ്ധ സംഘവുമായിട്ടല്ലേ വന്നേക്കണത്. ആൻറ്റി വിഷമിക്കണ്ട. ദാ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോഴേക്കും സിറ്റൗട്ടിൽ വന്ന് കയറിയ ഓരോരുത്തരെയും സന്ദീപ് വൈഷ്ണവിക്ക് പരിചയപ്പെടുത്തി. നിർമ്മൽ, ജിതിൻ, ആകാശ്, അശോക്, ജഗൻ, പിന്നെ ഞാനും. ഞങ്ങൾ സിറ്റൗട്ട് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. ലിവിങ് റൂം ചെയ്തുകൊണ്ടിരിക്കുക. കിച്ചണിലോട്ട് കയറാൻ വയ്യ. ഒക്കെ ശരിയാക്കി തരാന്നേ. ഞങ്ങളുടെ കാറിൻ്റെ കോലം കണ്ടോ? ചെളിപ്പാടത്ത് റാലിക്ക് പോയ പോലെ. അവൻ്റെ കമൻറ്റ് കേട്ട് അല്ലിമ ചിരിച്ചു. സംഗതി സത്യമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞങ്ങൾ പോട്ടെ, ശ്രീലക്ഷ്മി വൈഷ്ണവിയോട് പറഞ്ഞു. ഇവിടെ സഹായിച്ചാൽ അവിടെയും സഹായിക്കാം. പരസ്പര സഹകരണ സംഘമായിട്ട് വർക്ക് ചെയ്യാം, സന്ദീപ് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം, ശ്രീലക്ഷ്മി തമാശ എന്നോണം പറഞ്ഞു. പോകാനിറങ്ങിയ അല്ലിമ ഇടയ്ക്ക് എന്തോ ഓർത്തിട്ട് തിരിഞ്ഞു നിന്നു. സന്ദീപേട്ടാ, ഒരു കാര്യം മറന്നു. എന്താ? ടി വിയിൽ എൻ്റെ വീഡിയോ വന്നില്ലേ? അതിന് താങ്ക്സ്. ആ താങ്ക്സ് ന്യൂസ് ചാനലിൽ കൊടുത്താൽ മതി. ഞാൻ പത്രക്കാരനാ, സന്ദീപ് ചിരിയോടെ പറഞ്ഞു. കൂടെ വന്നയാളാണല്ലോ വീഡിയോ എടുത്തതും കൊടുത്തതും. എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. അതും പറഞ്ഞ് അല്ലിമ ഇഷ്ടികകളിലൂടെ ചാടി ചാടി നടന്നു. സന്ദീപ് അത് നോക്കി നിന്നു. റോഡിലെത്തിയിട്ട് അല്ലിമ ആരെ എന്നില്ലാതെ കൈപ്പടം വീശിക്കാട്ടി. ആൻറ്റി തുടങ്ങാം. സന്ദീപ് റെഡിയായി. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലല്ലോടാ മോനെ. തരാനില്ലല്ലോ. അടുക്കളയിൽ കയറണമെങ്കിൽ അത് ക്ലീൻ ചെയ്യണ്ടേ? ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചായയും വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട. 10 മിനിറ്റിനുള്ളിൽ സന്ദീപും കൂട്ടുകാരും വേഷം മാറി ക്ലീനിങ് ജോലികൾ ആരംഭിച്ചു. ആദ്യം കിച്ചൺ. വയറ്റിലേക്ക് വല്ലതും വരാനുള്ള വഴിയാണ് ആദ്യം തുറക്കേണ്ടത്, ജിതിൻ പ്രഖ്യാപിച്ചു. അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം കിഷോർ അടക്കം 6 പേർ
2 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തു. സുധാകരൻ നായരും വൈഷ്ണവിയും ഗോപികയും കൂടി ലിവിംഗ് റൂം വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ഉച്ചയൂണിൻ്റെ സമയത്ത് ഗോപിക സന്ദീപിനോട് തിരക്കി, സന്തുവേട്ടാ, എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടോ? എന്ത് ഡെവലപ്മെൻ്റ് ആടി? നിങ്ങൾ തമ്മിൽ കളമശ്ശേരി വെച്ച് കണ്ടുമുട്ടുകയും കാറിൽ കിടത്തി ഉറക്കുകയും ഒക്കെ ചെയ്തില്ലേ? ആ ചേച്ചി താമസിച്ചിടത്തോട്ട് സന്തുവേട്ടനെയും ക്ഷണിച്ചോണ്ട് പോയില്ലേ? എടി പെണ്ണേ, നീ ഇങ്ങനെ ചീപ്പാകല്ലേ. ഞങ്ങൾ പരസ്പരം അങ്ങേയറ്റം പൊളയിട്ടായിട്ടാണ് പെരുമാറിയത്. ഒരു കഥയും പറയാനില്ല. മിയർലി ജസ്റ്റ് ഫ്രണ്ട്സ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. അത് കഷ്ടമായി പോയല്ലോ. ഞാനൊരു സ്റ്റോറി പ്രതീക്ഷിച്ചു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, കിഷോർ പറഞ്ഞു. എവിടെ, എങ്ങനെ, ആർക്ക്? അല്ലിമയ്ക്ക്. ഞാൻ നോട്ട് ചെയ്തു. പോടാ. സന്ദീപ് അത് അവഗണിച്ചു. സന്തു, വൈഷ്ണവി വിളിച്ചു. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആരുമില്ല അവരെ സഹായിക്കാൻ. അതൊക്കെ നമ്മൾ ചെയ്യും ആൻറ്റി. അവർ പറഞ്ഞില്ലെങ്കിലും ചെയ്യും. ഉച്ച തിരിഞ്ഞ് സന്ദീപ് തൻ്റെ സംഘത്തെ 2ആയി പകുത്തു. 3 പേരെയും കൂട്ടി അല്ലിമയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടുത്തെ സ്ഥിതി പരിതാപകരമായിരുന്നു. ചെളിയടിഞ്ഞ ഹാൾ, ചെളിയും പായലും അടിഞ്ഞ കിടപ്പറകൾ, പൊട്ടിയ ജനാലച്ചില്ലുകൾ, അടച്ചിട്ടിരുന്ന കിച്ചണിൽ ചെളിവെള്ളം മാത്രമേ ഉള്ളൂ. ബർത്തിലൊക്കെ ഇഴജീവികളുണ്ടാവും, എല്ലാവരും സൂക്ഷിക്കണം. വിശാഖ് മുന്നറിയിപ്പ് നൽകി. വെള്ളപ്പൊക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അവർ മുകളിലത്തെ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്രമാണങ്ങളും റെക്കോർഡുകളും വസ്ത്രങ്ങളും ആഭരണങ്ങളും അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു. ഫോം ബെഡും തലയിണകളും ബെഡ്ഷീറ്റുകളും അപ്സ്റ്റെയറിൽ കൊണ്ടുവച്ചു. ജനാലവരികൾ കൂടി അഴിച്ചുമാറ്റി രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദിവാൻ കോട്ടും സോഫ സെറ്റുകളും ചെളിവെള്ളം കുടിച്ച് ചീർത്ത് കിടന്നു. തൻ്റെ സംഘാംഗങ്ങളിൽ 3 പേരെ അല്ലിമയുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിട്ട് സന്ദീപ് തിരിച്ചു പോന്നു. നീ എന്താ ഇങ്ങ് പോന്നത്? അവിടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്തുകൂടായിരുന്നോ? വൈഷ്ണവി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. മനഃപൂർവ്വം പോന്നതാ. ഇല്ലെങ്കിൽ ആൻറ്റി പറയും ഹരിപ്പാട്ടുന്നു സന്തുവും കൂട്ടുകാരും വന്നത് അല്ലിമയുടെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണെന്ന്. അത് വേണ്ട, ഞാൻ ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ, സന്ദീപ് കുസൃതിയോടെ പറഞ്ഞു. പോടാ, നീ അവിടെ പോയി അവരെ സഹായിക്കുന്നതാ എനിക്ക് സന്തോഷം. വേറൊന്നും കൊണ്ടല്ല. നിനക്ക് ആ പെണ്ണിനോടൊരു സ്നേഹം തോന്നിയതല്ലേ? അവൾക്കത് തിരിച്ചും തോന്നിക്കൂടാന്നില്ലല്ലോ. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആൻറ്റി, നമ്മൾ നമ്മുടെ വില കളയരുത്. അതവൻ പറഞ്ഞതാ ശരി. സുധാകരൻ നായർ സന്ദീപിൻ്റെ പക്ഷം ചേർന്നു. അല്ലിമയുടെ വീട്ടിൽ അപ്സ്റ്റെയറിൽ ഒരു താൽക്കാലിക അടുക്കള ക്രമീകരിച്ചിരിക്കുകയാണ് ശ്രീലക്ഷ്മി. അവിടെ ഇടയ്ക്കിടെ ചായയിട്ട് താഴെ ക്ലീനിങ് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. സന്ദീപ് സുധാകരൻ നായരുടെ വീട്ടിലേക്ക് പോയെങ്കിലും തിരിച്ചു വരുമെന്നാണ് അല്ലിമ കരുതിയത്. വൈകുന്നേരമായിട്ട് സന്ദീപിനെ കാണാഞ്ഞ് അവൾക്ക് നിരാശ തോന്നി. സന്ദീപ് ഇവിടുള്ളവരുടെ കൂടെയാണ് നിൽക്കേണ്ടിയിരുന്നതെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. വൈകുന്നേരം സന്ദീപ് എത്തി. ഇവിടെ എന്തായി ശുചീകരണ പ്രക്രിയ? അവിടത്തെ കഴിഞ്ഞോ? അല്ലിമ തിരക്കി. അവിടെ നാളെയും കൂടി നിൽക്കേണ്ടി വരും. ഇവിടെയും ഒന്നും ആയിട്ടില്ല. മറ്റ് 3 പുരുഷന്മാർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് മാറി നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നവൾ സന്ദീപ് വന്നതോടെ മുൻപന്തിയിലെത്തി. നിർത്താൻ സമയമായോ? രാജഗോപാൽ സന്ദീപിനോട് ചോദിച്ചു. 1 മണിക്കൂർ കൂടി കിട്ടും. ഇപ്പോൾ 5:30 മണി. 6:30 വരെ പകൽ വെളിച്ചമുണ്ട്. കറണ്ടില്ലല്ലോ, സന്ദീപ് പറഞ്ഞു. അല്ലിമ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ചായ വേണോ? അവൾ ചോദിച്ചു. അതിപ്പോൾ ചോദിക്കണോ? തന്നാ പോരെ? അല്ലിമ ഉത്സാഹത്തോടെ ചായ എടുക്കാൻ അപ്സ്റ്റെയറിലേക്ക് പോയി. നിങ്ങൾക്ക് ചായ വേണോ? സന്ദീപ് കൂട്ടുകാരോട് ചോദിച്ചു. ഞങ്ങൾ ചായ കുടിച്ചു മടുത്തു, ജിതിൻ പറഞ്ഞു. അല്ലിമ ചായ കൊണ്ടുവന്ന് സന്ദീപിന് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, തിരിച്ചു പോവുകയാണോ? മറുപടി പറയാതെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യമായി അവൾ അവൻ്റെ മുന്നിൽ കണ്ണുകൾ താഴ്ത്തി. ഞാനും കൂടി നിൽക്കണോ ഇവിടെ? ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത്രയും ജോലി കൂടി തീരുമല്ലോ. നാളെ അങ്ങോട്ട് വന്ന് സഹായിക്കൂ? സന്ദീപ് കുസൃതി മറ്റേ ചോദിച്ചു. അല്ലിമ ഒന്ന് പതറി. ഞാൻ വരാലോ, എനിക്കൊരു മടിയില്ല. ഓക്കെ. സന്ധ്യ തൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടി. അല്ലിമ അവൻ്റെ കൂടെ നിന്ന് സഹകരിച്ചു. സന്ധ്യയോടെ ജോലി നിർത്തിവെച്ച് എല്ലാവരും തിരിച്ചു പോകാനൊരുങ്ങി. രാജഗോപാൽ സന്ദീപിനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു. ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കണം. പൈസയായിട്ടല്ല, എന്തെങ്കിലും ഗിഫ്റ്റ്. അത് ഞാൻ കൊടുത്തോളാം. അല്ല, ഞങ്ങളല്ലേ കൊടുക്കേണ്ടത്? വേണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ. സന്ദീപ് തൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോയി.
അവർ വന്നത് എത്ര നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ശ്രീലക്ഷ്മി ഭർത്താവിനോടായി പറഞ്ഞു. ശരിയാ, ഇനിയൊരു ബെഡ്റൂമും വർക്ക് ഏരിയയും കൂടി മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. അല്ലി ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാ, ഇല്ലെങ്കിൽ കാണായിരുന്നു. കേട്ടു നിന്ന വിന്ദാര പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിഷ്ടം? അത് അല്ലി റിജക്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞില്ലേ? ഒരാളോട് തോന്നിയ ഇഷ്ടം ആ ആൾ റിജക്റ്റ് ചെയ്തു എന്ന് വെച്ച് ഇല്ലാണ്ടാകുമോ? വിന്ദാര തർക്കിച്ചു. അങ്ങനൊന്നും പെരുമാറിയില്ലല്ലോ. കളമശ്ശേരിയിലെ റിലീഫ് ക്യാമ്പിൽ വെച്ചും പോണേക്കരയിലെ വീട്ടിൽ വന്നപ്പോഴും പിന്നെ ഇന്ന് ഇവിടെ വന്നപ്പോഴും നല്ലതായിട്ടല്ലേ ബിഹേവ് ചെയ്തത്? പെങ്ങള് കുട്ടിയോട് പെരുമാറണ പോലെ. ആണോ? എനിക്ക് തോന്നിയില്ല. ഒരു കാര്യം ഉറപ്പാ, ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെയും വീടുകളുണ്ടല്ലോ. അവരെ ആരെയും ഹെൽപ്പ് ചെയ്യാത്തതെന്താ? അവരെ ആരെയും പരിചയമില്ല. നമ്മളോടല്ലേ പരിചയം കൂടുതൽ. എന്ത് പരിചയം? ചേച്ചിയോടുള്ള ഇഷ്ടം. വിന്ദാര അതിൽ തന്നെ മുറുകെ പിടിച്ചു. അങ്ങനെയൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇവിടെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്ലീനിങ്ങിന് നിന്നേനെ. ഫ്രണ്ട്സിനെ ഇവിടെ തന്നിട്ട് സുധാകരൻ്റെ വില്ലയിലെ ക്ലീനിങ്ങിന് പോവുകയല്ലേ ചെയ്തത്? അതുവരെ കേട്ടു നിന്ന രാജഗോപാൽ പ്രതികരിച്ചു. അത് ആ ചേട്ടൻ്റെ അന്തസ്. ഒരു ജഡ്ജിയുടെ മോനല്ലേ അച്ഛാ? വിന്ദാര വിട്ടുകൊടുത്തില്ല. നീ അതൊക്കെ ഓർത്തിരിക്കുവാണോ ഇപ്പോഴും? എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ. വെരി വെരി നൈസ് ഗൈ. എന്നെ വേണമെങ്കിൽ അടുത്ത വർഷം കെട്ടിച്ചോ, വിന്ദാര ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ആ ഏട്ടനാണെങ്കിൽ എനിക്കിനി പഠിക്കണമെന്ന് പോലും ഇല്ല. നീ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? രാജഗോപാൽ ശാസിച്ചു. ഞാനൊരു തമാശ പറഞ്ഞതാണേ. വിന്ദാര പിൻവാങ്ങി. അല്ലിമ ഡെറ്റോളും ലിക്വിഡ് സോപ്പും ഉപയോഗിച്ച് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുകയായിരുന്നു. അവളെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നിനും പ്രതികരിച്ചില്ല. സന്ദീപിനെപ്പറ്റി തൻ്റെ കുടുംബാംഗങ്ങൾ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. വീണ്ടും വീണ്ടും അത് കേൾക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ വിന്ദാര സന്ദീപിനെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് തമാശയ്ക്കാണെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടപ്പെട്ടുമില്ല. സംഭാഷണം നിലച്ചപ്പോൾ അവൾക്ക് നിരാശയായി. അല്ലിമ എപ്പോഴൊക്കെയോ ജനാലയ്ക്കൽ വന്ന് സുധാകരൻ നായരുടെ വീട്ടിന് നേർക്ക് നോക്കി. വൈദ്യുതി ഒരിടത്തുമില്ല. ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു മിക്ക വീടുകളിലും. അതെല്ലാം വെള്ളം കയറി തകരാറിലായി. ഇപ്പോൾ എമർജൻസി വിളക്കുകൾ മാത്രമാണ് ആശ്രയം. കറണ്ട് വന്നാലും വെള്ളം കയറിയ ഇലക്ട്രിക് പ്ലഗുകൾ, വയറിംഗ് സിസ്റ്റം മുതലായവ തകരാറിലായിരിക്കും. അതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ കറണ്ട് ഉപയോഗിക്കാൻ പറ്റൂ. എല്ലാ വില്ലകളിലെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു. മുകൾ നിലയിലെ കിടപ്പറകളിലെല്ലാം സന്ധ്യയ്ക്ക് വിശാഖ് ക്ഷുദ്രജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ഹിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നാറ്റം മുറികളിൽ രാത്രിയിലും അവശേഷിച്ചു. അല്ലിമ ബാൽക്കണിയിലെ സോഫാ ബെഡിലാണ് കിടന്നത്. അവിടെ നിന്നാൽ സുധാകരൻ നായരുടെ വില്ലയിലെ വെളിച്ചം കാണാമായിരുന്നു. അവിടെയും താൽക്കാലിക വിളക്കുകൾ മാത്രമേയുള്ളൂ. മുകളിലത്തെ നിലയിലായിരിക്കും എല്ലാവരും ഉറങ്ങാൻ കിടക്കുക എന്ന് അല്ലിമ അനുമാനിച്ചു. പുരുഷന്മാരെല്ലാം മിക്കവാറും ബാൽക്കണിയിലായിരിക്കും. അക്കൂട്ടത്തിൽ സന്ദീപും ഉണ്ടാവും. അവരെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞും വാട്സപ്പ് ഫലിതങ്ങൾ കൈമാറിയും രസിച്ച് കിടക്കുകയാവും. അക്കൂട്ടത്തിൽ തന്നോട് ഇഷ്ടമുള്ള ഒരാളുണ്ടെന്ന ഓർമ്മ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി പരത്തി. തന്നോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ. വിന്ദാര പറഞ്ഞത് സത്യമാണ്. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ എല്ലാ സഹായവും ചെയ്തത്. കളമശ്ശേരിയിലെ റിലീഫ് ക്യാമ്പിൽ വെച്ചും ഇവിടെ വെച്ചും. മറ്റൊരു കാരണവുമില്ല. റോഡിനപ്പുറം പുഴയ്ക്ക് അഭിമുഖമായുള്ള വില്ലയുടെ ബാൽക്കണിയിൽ കൂട്ടുകാരുടെ ഇടയിൽ അവൻ ഇരിക്കുന്നത് കാണാമെന്ന് അല്ലിമയ്ക്ക് തോന്നി. ഇടയ്ക്ക് അവൻ്റെ നോട്ടം തൻ്റെ നേർക്ക് പാളി വീഴുന്നുണ്ട്. പുഞ്ചിരിക്കുന്ന കണ്ണുകൾ സ്നേഹം ചുരിയുന്നു. ഒരു ഉൾപ്രേരണയിൽ അല്ലിമ എഴുന്നേറ്റിരുന്നു. ജനാലച്ചില്ലയിലൂടെ ആ വില്ലയിലേക്ക് നോക്കി. ഒന്നും കാണാനില്ല. ഉള്ളിലെവിടെയോ ഒരു വിളക്ക് പ്രകാശിക്കുന്നുണ്ട്. അല്ലിമ വീണ്ടും സോഫാ ബെഡിൽ ചെന്ന് കിടന്നു. രാവിലെ ശ്രീലക്ഷ്മി ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രമദാന സംഘം എത്തി. വിശാഖ് അതിരാവിലെ തന്നെ ജംഗ്ഷനിൽ പോയി പാല് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല സൂപ്പർ ചായ 10 മിനിറ്റ് ഇടവിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. വേഗം ഓരോ കപ്പ് ചായ തരൂ. വൈഷ്ണവി തമാശ പറഞ്ഞുകൊണ്ട് അല്ലിമയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. അല്ലിമയും വിന്ദാരയും കൂടി മുറ്റം വൃത്തിയാക്കുകയായിരുന്നു. വൈഷ്ണവിയുടെ പുറകെ വന്നവരെ കണ്ട് അല്ലിമയും വിന്ദാരയും അതിശയിച്ചു നിന്നു. സന്നദ്ധ സേന മുഴുവനുമുണ്ട്. സുധാകരൻ നായർ മാത്രമേ ഇല്ലാതുള്ളൂ. സന്ദീപ് അടക്കം ഹരിപ്പാട്ട് നിന്ന് വന്ന 6 പേർ. പിന്നെ ഗോപിക, കിഷോർ,
വൈഷ്ണവിയെയും കൂടി ചേർത്താൽ 9 പേർ. ഇതെന്താ എല്ലാവരും കൂടെ? അല്ലിമ ചോദിച്ചു. സന്ദീപ് അവളോട് പുഞ്ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനു മുമ്പ് ഇവിടുത്തെ ജോലി തീർക്കണം. പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലും. സന്ദീപ് വൈഷ്ണവിയുടെ വില്ലയുടെ നേർക്ക് കൈകാട്ടി. ലഞ്ച് ടൈമിന് മുമ്പ് അതും തീർക്കണം. ഞങ്ങൾക്ക് 6 മണിക്ക് ആലപ്പുഴ എത്തിയേ പറ്റൂ. ഓ, സമയബന്ധിത പരിപാടിയാണല്ലേ? അല്ലിമ ചോദിച്ചു. അതെ. എന്നാൽ നമ്മളിപ്പോൾ തന്നെ തുടങ്ങുമല്ലേ? ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, വിന്ദാര പുഞ്ചിരിച്ചു പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഓരോ ചായ കുടിക്കട്ടെ. ലക്ഷ്മി ആൻറ്റിയുടെ ചായ അസലാണെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. സന്ദീപ് പ്രസരിപ്പോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഞാനിപ്പോൾ വരാമേ, വിന്ദാരയോട് പറഞ്ഞ് ചൂല് താഴെ വെച്ച് അല്ലിമയും വീടിനുള്ളിലേക്ക് പോയി. ശ്രീലക്ഷ്മി ചായ ഇട്ട് കപ്പുകളിൽ നിരത്തി. അല്ലിമ കപ്പുകളെടുത്ത് ഓരോരുത്തർക്കും കൊടുത്തു. സന്ദീപിന് ചായ കൈമാറുമ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷം തോന്നി. അവളുടെ കണ്ണിലെ തിളക്കം ഒരു മന്ദഹാസത്തിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു സന്ദീപ്. ശ്രീലക്ഷ്മി ബ്രേക്ക്ഫാസ്റ്റ് പാകം ചെയ്യാനായി മാറി നിന്നതൊഴിച്ചാൽ ബാക്കി 12 പേരും കൂടി വിവിധ ഇടങ്ങളിൽ ക്ലീനിങ് ജോലി ആരംഭിച്ചു. കാർ പോർച്ച് കഴുകി വെടിപ്പാക്കുന്ന ജോലി അല്ലിമയും സന്ദീപും കൂടിയാണ് ചെയ്തത്. ആദ്യം കിഷോറും സന്ദീപുമാണ് തുടങ്ങി വെച്ചതെങ്കിൽ അല്ലിമ വന്നപ്പോൾ കിഷോർ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണോ? അല്ലിമ ചോദിച്ചു. പോകണം, ഇന്ന് ജോലിക്ക് കയറണം. ഇന്നലെ ലീവായിരുന്നു. ഞാൻ ഓർത്തു 2 ദിവസം ഇവരുണ്ടാകുമെന്ന്. അല്ലിമ പറഞ്ഞു. ചുമ്മാ പറയല്ലേ. അല്ല, ക്ലീനിങ് കുറേ ഉണ്ടല്ലോ. ഒറ്റ ദിവസം കൊണ്ട് തീരുമോ? തീരുന്നിടത്തോളം തീരട്ടെ. ചെളിയെല്ലാം കോരി മാറ്റി എല്ലായിടവും കഴുകി വെടിപ്പാക്കുന്ന ജോലി മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നീടുള്ള തേച്ചു കഴുകലും മുറ്റം വൃത്തിയാക്കലുമൊക്കെ അവർ പതിയെ ചെയ്ത് തീർക്കട്ടെ. സന്ദീപേട്ടൻ വന്നത് ഞങ്ങൾക്ക് എന്തോരം സഹായമായെന്നറിയുമോ? അച്ഛനും അമ്മയും പറയുകയായിരുന്നു നിങ്ങൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്തേനേ എന്ന്. പണിക്കാരെയും കിട്ടാനില്ലല്ലോ. ഞങ്ങളെ പണിക്കാരായിട്ടാണ് ഗവനിച്ചിരിക്കുന്നതല്ലേ? സന്ദീപ് കളിയായി ചോദിച്ചു. അയ്യോ അല്ല, ഒരിക്കലുമല്ല. സോറി. എന്തിന് സോറി? ഞാൻ തമാശ പറഞ്ഞതല്ലേ. 9:30 മണിയോടുകൂടി അല്ലിമയുടെ വീട്ടിലെ പണികൾ നിർത്തിവെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം എല്ലാവരും കൂടി സുധാകരൻ നായരുടെ വീട്ടിലെത്തി. അല്ലിമയും വിന്ദാരയും വിശാഖും ശ്രമദാനത്തിനിറങ്ങി. ശ്രീലക്ഷ്മി എല്ലാവർക്കും ഊണ് കൊടുക്കാനുള്ള ജോലികളിൽ മുഴുകി. വൈഷ്ണവി ഇടയ്ക്ക് പോയി സഹായിച്ചു. 2 മണിക്ക് ജോലി അവസാനിപ്പിച്ചു. സന്ദീപും സംഘവും കുളിച്ച് വേഷം മാറി പോകാൻ തയ്യാറായി വന്നു. അല്ലിമയുടെ വീട്ടിലായിരുന്നു ഊണ്. ഊണിന് ശേഷം ഹരിപ്പാട്ട് നിന്ന് എത്തിയവർ യാത്ര പറഞ്ഞു. രാജഗോപാലിനും ശ്രീലക്ഷ്മിക്കും സന്ദീപിനോടും കൂട്ടുകാരോടും എത്ര നന്ദി പറഞ്ഞിട്ട് മതി വരുന്നില്ല. സുധാകരൻ നായരും വൈഷ്ണവിയും നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് തടഞ്ഞു. വേണ്ട ആൻറ്റി, വഷളാക്കണ്ട. ഞങ്ങളെ അടിക്കാതെ വിട്ടാൽ മതി. ആ കമൻറ്റ് ഒരു കൂട്ടച്ചിരിക്ക് കാരണമായി. സന്ദീപും സംഘവും കാറിൽ കയറാൻ വന്നപ്പോൾ 2 വില്ലകളിലുമുള്ളവർ കാറിൻ്റെ വശങ്ങളിൽ നിരന്നു. കാർ നല്ല സുന്ദര കുട്ടപ്പനായി. താങ്ക്സ് കേട്ടോ 2 പേർക്കും, സന്ദീപ് അല്ലിമയോടും വിന്ദാരയോടുമായി പറഞ്ഞു. ചെളി കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്ന കാർ അവർ 2 പേരും ചേർന്നാണ് കഴുകി വൃത്തിയാക്കിയത്. സന്ദീപ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. മറ്റുള്ളവരും കയറി. അല്ലിമ സന്ദീപിനെ കാണാൻ പാകത്തിൽ നീങ്ങി നിന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു. ഗിയർ മാറ്റിയിട്ട് സന്ദീപ് എല്ലാവരെയും കൈവീശിക്കാട്ടി. കിഷോറും ഗോപികയും വിന്ദാരയും വിശാഖും കൈപ്പടം വീശി. അല്ലിമ ഇടത് കൈയുടെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. കാർ നീങ്ങി തുടങ്ങി. അത് മറയുവോളം അല്ലിമ നോക്കി നിന്നു. അതിനുശേഷമാണ് ചുറ്റും നോക്കിയത്. എല്ലാവരും പിന്തിരിഞ്ഞ് നടക്കുകയാണ്. ഉടൻ അല്ലിമയും വീട്ടിലേക്ക് കയറിപ്പോന്നു. ഒരു ഇച്ഛാഭംഗം അവളെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾക്ക് സന്ദീപിനോട് തനിച്ച് ഒരു നന്ദി പ്രകാശിപ്പിക്കണമായിരുന്നു. അങ്ങനത്തെ സ്വകാര്യതയൊന്നും കിട്ടിയില്ല. അവൻ പോയി കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് വെളിച്ചം മങ്ങി ഒരു ഗ്ലാനി ബാധിച്ച പോലെ അവൾക്ക് തോന്നി. വാസ്തവത്തിൽ തൻ്റെ മനസ്സിലാണത് സംഭവിച്ചതെന്ന് അവൾക്ക് ക്രമേണ മനസ്സിലായി. സന്ദീപിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടു. പലപ്പോഴും ആ ചിന്തയിൽ അവൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. സന്ദീപിനോട് എന്തോ പറയാൻ ബാക്കിയുണ്ടായിരുന്നു എന്നൊരു വേവലാതി അവളെ അലട്ടി തുടങ്ങി. ഒരു രാത്രി ഉറങ്ങിത്തെളിയുമ്പോൾ എല്ലാം മാറിയേക്കുമെന്നൊരു മൂഢധാരണയിൽ അവൾ താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അടുത്ത ദിവസമായപ്പോഴേക്കും എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ലെന്നായി. എന്തിനോ വേണ്ടി ചുരമാന്തുന്ന മൃഗചോദനയായി മനസ്സ്. ഫോൺ എടുത്തു വെച്ച് അവൾ ദീർഘനേരം ആലോചനയിൽ മുഴുകുകയും നഖം കടിച്ച് പരിഹാരത്തിനായി ശ്രമിക്കുകയും ചെയ്തു.
സന്ദീപിൻ്റെ ഫോൺ നമ്പർ അവളുടെ കയ്യിലില്ല. ആലപ്പുഴയിലെ പത്രം ഓഫീസിൻ്റെ നമ്പർ അവൾ ഗൂഗിൾ തിരഞ്ഞു പിടിച്ചു. അടുത്ത ഭാഗം നാളെ.